കുളിമുറിയുടെ മുമ്പിൽ ഒരു മനുഷ്യരൂപത്തെ കാണുമ്പോ പേടിയോടെ വല്ലാത്ത ഭയത്തോടെ മറിയം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു ബദ്രേ ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാ കാലത്ത് ആ സമയത്ത് ബഹുമാനപ്പെട്ട മറിയം പറയുകയാണ് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാ നിനക്ക് അല്ലാഹുവിനെ പേടിയുണ്ടെങ്കിൽ നിനക്ക് അല്ലാഹുവിനെ ഭയമുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ആൺ പെണ്ണുങ്ങൾ കുടിക്കുന്ന കുളിമുറിയുടെ ഭാഗത്ത് നിന്ന് മാറി നിൽക്കണേ എന്ന് പറയുമ്പോ ആ സമയത്താണ് വന്ന ആള് പറയുന്നത് മറിയമേ 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 കാല ഇന്നമാന റസൂലു റബ്ബികി ലിയഹബലകി ഗുലാമന സകിയാ കേൾക്കുക സഹോദരങ്ങളെ ആവേശത്തോടെ അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തിന്റെ പ്രചാരണങ്ങൾക്ക് മറുപടി കൊടുത്തിട്ട് ഒരധ്യായം തന്നെ പറയുകയാണ് ഈസയുടെ പ്രസവം പറയാൻ ഇതേവരെ ഇത്ര സുന്ദരമായ ഒരു പ്രസവത്തിന്റെ കഥ പറഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ ആ സമയത്ത് വന്ന മനുഷ്യൻ പറഞ്ഞു ബദ്രേ ഇന്നമാന റസൂലു റബ്ബികി ലിയഹബലകി ഗുലാമന സകിയാ മറിയമേ 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 ഞാനൊരു മനുഷ്യനല്ല ഒരു മലക്കാണ് അല്ലാഹു പറഞ്ഞു വിട്ടതാണ് എന്തിനെന്നറിയോ ലിയഹബലകി ഗുലാമന സകിയാ നിനക്കൊരു കുഞ്ഞിനെ തരാൻ വിവാഹം കഴിയാത്ത കന്യകയായ മറിയമേ റളിയല്ലാഹു തആല അൻഹ നിനക്കൊരു കുഞ്ഞിനെ തരാൻ അല്ലാഹു വാനലോകത്ത് നിന്ന് പറഞ്ഞു വിട്ട മലക്കാണ് ഞാൻ ജിബ്രീലാണെന്ന് പറഞ്ഞു കൊടുത്തു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുളിർമയുടെ മുമ്പിൽ വിജനമായ മരുഭൂമി ഒരു മനുഷ്യരൂപം ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു അൻഹ ആശങ്കയോടെ നോക്കുമ്പോ ആ സമയത്ത് ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു അൻഹയോട് വന്ന മനുഷ്യൻ പറഞ്ഞു ഞാൻ മനുഷ്യനല്ല ഞാൻ മലക്കാണ് ഖുർആൻ യേശു ക്രിസ്തുവിന്റെ എന്ന് നമ്മൾ പരിചയപ്പെടുത്തപ്പെടുന്നു പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് 500 വർഷക്കാലം മുമ്പ് വന്നുപോയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ മരണത്തെ കുറിച്ച് പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആന്റെ വ്യക്തമായ ഭാഷയാണിത് സൂറത്തു മറിയം നന്നായിട്ട് പഠിക്കുക ഈ പ്രഭാഷണ വേദി പരിമിതമാണ് സമയം പരിമിതമാണ് എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുണ്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന മഹതിയായ മറിയമിന്റെ നെഞ്ചിലേക്ക് മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഊതി ഫഹമലതുഹു മറിയം ഗർഭിണിയായി ഈസാ നബിയെ ഗർഭം ധരിച്ചു മറിയമിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല കന്യകയാണ് ഭർത്താവില്ല ഏറ്റവും നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ് ആ നാട്ടിലെ ഇമാമിന്റെ മകളാണ് എല്ലാവരും ആദരവോടെ മാത്രം നോക്കിക്കാണുന്ന ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിൽ പിറന്ന മറിയം ആ മറിയം റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിക്കാതെ വിഭർത്താവായി ഭർത്താവില്ലാതെ മറിയം റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി ഞാൻ ചുരുക്കി പറയുകയാണ് ഈ സംഭവം മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അവസാനം ഗർഭിണിയായ മറിയം റളിയല്ലാഹു തആല പ്രിയപ്പെട്ട സഹോദരിമാരെ ചിന്തിക്കുക ആരും അറിയാതെ തന്റെ ഗർഭധാരണം ആരും അറിയാതെ മൂടി വെച്ച് കുറെ മാസങ്ങൾ കഴിഞ്ഞു 9 മാസം കഴിഞ്ഞു മറിയം റളിയല്ലാഹു തആലയ്ക്ക് കലശലായ പ്രസവ വേദന അനുഭവപ്പെടുമ്പോൾ ഈസാ നബിയുടെ മാതാവായ മറിയം റളിയല്ലാഹു തആല അൻഹ അവസാന പ്രസവ വേദന അടുത്ത് പ്രസവത്തിന്റെ സമയമാകുമ്പോൾ ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു തആല അൻഹ വിജനമായ മരുഭൂമിയിലെത്തി ആ മരുഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേരിട്ടുള്ള ഇടപെടലിൽ മറിയം റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചു ആരുമില്ല സഹായിക്കാൻ ഒരാൾ പോലുമില്ല വിവാഹിതയല്ലാത്ത ആ നാട്ടിലെ ഏറ്റവും നല്ല കുടുംബത്തിൽ പിറന്ന് ഇമാമിന്റെ മകളായ എല്ലാവരും ആദരവോടെ കാണുന്ന ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു തആല അൻഹ ഫജാഅൽ മഖാദു ഇലാ ജിദിൻ നഖല ഖാലത് യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മനസിയാ പ്രാണവേദനയ്ക്ക് സമാനമായ പ്രസവ വേദന സഹിക്കുമ്പോ വിശാലമായ മരുഭൂമിയിൽ ആര് സഹിക്കാനില്ലാതെ പ്രസവം നടക്കുകയാണ് മരണത്തിന്
സമാനമായ വേദനയാണ് നമ്മുടെ മാതാവ് സഹിച്ച വേദനയാണ്. ആ വേദന സഹിക്കുമ്പോ നിലവിളിച്ചാൽ ഒരാൾ പോലും ഇല്ലാത്ത മരുഭൂമിയിൽ അറിയാതെ മറിയമെന്ന പെണ്ണ് പറഞ്ഞു പോയത്ര. അല്ലാഹുവേ 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 യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മനസിയാ. അല്ലാഹുവേ 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 ഈ മരുഭൂമിയിൽ ഞാൻ ഇപ്പോ ഒന്ന് മരിച്ചു വീണിരുന്നെങ്കിൽ വേദന സഹിക്കാൻ കഴിയില്ല അല്ലാ, വേദന സഹിക്കാൻ കഴിയില്ല അല്ലാ. ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഒരു മാതാവ് പ്രസവിച്ച മക്കളോട്, സഹോദരങ്ങളെ സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഇതേപോലെ നമ്മുടെ മാതാവ് സഹിച്ചിട്ടുണ്ടൊരു വേദന, നമ്മുടെ ഈ ഉമ്മമാര് സഹിച്ചിട്ടുണ്ടൊരു വേദന. ആരും അറിയാത്ത ലേബർ റൂമിന്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോ, ആ വെളിയിലോട്ട് വരുന്ന സമയത്ത്, നമ്മൾ വെളിയിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഉമ്മ വല്ലാതെ നിലവിളിച്ചിട്ടുണ്ട്. അല്ലാഹുവേ 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 യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മനസിയാ. പടച്ചവനെ പടച്ചവനെ, എന്റെ പൊന്നുമോന്റെ മുഖം കാണാനിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക. വെറുതെ കേട്ടാൽ മാത്രം പോരാ. പ്രസവിക്കാൻ പോകുന്ന ഉമ്മ, ആ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാണ്? ഞാൻ പ്രസവിക്കുന്ന എന്റെ പൊന്നുമോന്റെ മുഖമൊന്ന് കാണണം. അബോധാവസ്ഥയിൽ എഴുന്നേറ്റാൽ ഉടനെ ചിന്തയേതാ? എന്റെ മകൻ വെളുത്തതാണോ കറുത്തതാണോ? പക്ഷേ സഹോദരങ്ങളെ സഹോദരിമാരെ, പ്രസവിക്കുന്നതിന് തൊട്ടു മുമ്പ് നിലവിളിച്ചിട്ടുണ്ട്. അല്ലാഹുവേ 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 മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മനസിയാ. റബ്ബേ, പ്രസവിക്കുന്നതിന് മുമ്പേ, എന്റെ പൊന്നുമോന്റെ മുഖം കാണുന്നതിന് മുമ്പേ ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ, ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹു പറയുകയാണ് മറിയം എന്ന പെണ്ണിലൂടെ, നിന്റെ ഉമ്മയെ മറക്കരുത്. ഉമ്മയുടെ പ്രസവ വേദന അറിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ചെറുപ്പക്കാരാ ഉമ്മയോട് തിരിച്ചിട്ടൊരു വർത്തമാനം പറയാൻ കഴിയുക? ആ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ മകന്റെ മുഖമൊന്ന് കാണണമെന്നാണ്. പക്ഷെ അതിനു മുമ്പേ ആ മകൻ 9 മാസവും 9 ദിവസവും പേറിക്കൊണ്ട് നടന്ന മകൻ ഗർഭാശയത്തിൽ തിരയിളക്കമുണ്ടായി. കുഞ്ഞു വെളിയിലോട്ട് വരികയാണ്, പ്രസവം നടക്കാൻ പോവുകയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മയുടെ നിലവിളി, യാ ലൈതനി. ഖുർആൻ അല്ല പറയുക, മോനെ നീ ഇതൊക്കെ മറന്നുപോയിട്ടാ മകനായിട്ട് ജീവിക്കുക. യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മനസിയാ. അല്ലാഹുവേ, ഞാൻ മരിച്ചിരുന്നെങ്കിൽ. ഗുണപാഠങ്ങൾക്ക് വേണ്ടിയാണ് ഖുർആൻ പറയുക. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ വാർഷിക പ്രഭാഷണത്തിൽ ഇവിടെ തടിച്ചുകൂടിയ ഓരോ മക്കളോട് ഞാൻ പറയുകയാണ്, മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മക്കളായി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയും ഉറക്കെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഈസാ നബിയുടെ 2ാം വരവൊക്കെ പറയുമ്പോൾ ഈ ആലുവയിലെ ഈ പ്രഭാഷണത്തിൽ വെച്ച് ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ തന്റെ മാതാവിനോടോ പിതാവിനോടോ പിണക്കത്തിലോ അലോക്യത്തിലോ ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സദസ്സിൽ വെച്ചത് മാറ്റാൻ തീരുമാനം. ചല ചെയ്യൂലേ? അങ്ങനെ തയ്യാറായവരൊക്കെ ഒന്ന് കൈപൊക്കി, എല്ലാവരും ഒന്ന് കൈപൊക്കി പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അവരില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാ ഉള്ളത്? മാതാപിതാക്കളോട് വാക്കവി ഉസ്താദിന്റെ വാർഷിക പ്രഭാഷണത്തിൽ പങ്കെടുത്തപ്പോൾ അന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ വെച്ച് ഞാൻ തീരുമാനമെടുത്തതാണ്, അല്ലാഹുവേ, ഇനി എന്റെ ഉമ്മയോടില്ല, ഇനി എന്റെ വാപ്പയോട് കയർത്തൊരു വാക്കില്ല. കാരണം അത്രത്തോളം പ്രയാസം സഹിച്ചിട്ടാണ് നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചതെന്ന്. ആ സമയത്ത് തന്നെ ചോര പൈതലിനെയും ഒക്കെ തേന്തി വിശാലമായ മരുഭൂമിയിലൂടെ ബൈബിള് പരിചയപ്പെടുത്തുന്ന കന്യാ മറിയം, ഖുർആൻ പറഞ്ഞ മറിയം റളിയല്ലാഹു അൻഹാ, ചോരയുടെ മണം മാറാത്ത പൈതലിനെയും കയ്യിലേന്തി അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, എങ്ങനെയാണ് വിവാഹം കഴിയാത്ത ഞാൻ, ഒരു ഭർത്താവില്ലാത്ത ഞാൻ, ഏറ്റവും നല്ല കുടുംബത്തിൽ പിറന്ന ഞാൻ, അല്ലാഹുവേ, എങ്ങനെയാണ് ഈ കുഞ്ഞുമായിട്ട് എന്റെ സമൂഹത്തിന്റെ നടുവിലേക്ക് പോവുക? എന്റെ ജനങ്ങളെ ഞാൻ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക? അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ചോര പൈതലിനെയും കൊണ്ട് വിവാഹം നടക്കാത്ത മറിയം നാട്ടിലൂടെ പോകുമ്പോ ആ സമയത്ത് ജനങ്ങൾ മുഴുവനും പരിഹസിക്കുകയാണ്, മറിയമേ മറിയമേ മറിയമേ, യാ ഉഖ്ത ഹാറൂൻ മകാന അബൂകി ഇംറഅസൗൻ വമാ കാനത് ഉമ്മുകി ബഗിയ, യാ
ഉഖ്ത ഹാറൂൻ, യാ ഉഖ്ത ഹാറൂൻ, യാ ഉഖ്ത ഹാറൂൻ, ഓ ഹാറൂൻ നബിയുടെ സഹോദരി, നീ ഒരു പ്രവാചകന്റെ സഹോദരിയല്ലേ? മകാന അബൂകി ഇംറഅസൗഇൻ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പ ഒരു മോശക്കാരിയായ പെണ്ണിന്റെ മകനല്ലല്ലോ. വമാ കാനത് ഉമ്മുകി ബഗിയ, ഒരിക്കലും നിന്റെ ഉമ്മ വഴിനട്ട് നടന്ന ഒരു പെണ്ണുമല്ലല്ലോ. ക്രൂരമായ പരിഹാസം. സഹോദരിമാരെ, വാർഷിക പ്രഭാഷണത്തിൽ എന്റെ ശബ്ദം കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർക്ക് വേണ്ടി മറിയമിനെ പരിചയപ്പെടുത്തുക. പരിഹാസത്തിന്റെ കൂരമ്പുകളേറ്റ് മറിയമേ മറിയമേ മറിയമേ, മകാന അബൂകി ഇംറഅസൗഇൻ, കുഞ്ഞിനെ പ്രസവിച്ചു. ഈ ഈസാ നബിയെ മുഖത്ത് പിടിച്ച് ഖുർആൻ പറയുകയാണ്. റോഡിലൂടെ നടന്നു പോകുമ്പോ ആ നാട്ടുകാർ മുഴുവൻ 4 വടിയിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട മറിയമിനെ പരിഹസിക്കുക. ഒരു പെണ്ണിന് ഇതിനേക്കാൾ വലിയ അപമാനമുണ്ടോ? മറിയം പരിഹാസത്തിന്റെ കൂരമ്പുകളേറ്റ് മറിയം റളിയല്ലാഹു തആല അൻഹ നടന്നു പോകുമ്പോ അവസാനം ചോദിച്ചു, മറിയമേ മറിയമേ, നീ മറുപടി പറ, നീ ഒരു നല്ല പ്രവാചകന്റെ പെങ്ങളല്ലേ? മാക്കാന അബൂകി ഇംറഅസൗഇൻ, നിന്റെ വാപ്പ ഒരു മോശമായ പെണ്ണിന്റെ മകനായിരുന്നില്ലല്ലോ, നിന്റെ വാപ്പയും ഒരു നല്ല ആളായിരുന്നില്ല, നാട്ടിലെ ഇമാമായിരുന്നല്ലോ. വമാ കാനത്ത് ഉമ്മുകി ബഗിയ, നിന്റെ ഉമ്മ ദുർനടപ്പുകാരിയുമല്ലല്ലോ. നല്ല വാപ്പയുടെയും നല്ല ഉമ്മയുടെയും നല്ല ഒരു കുടുംബത്തിലും പറഞ്ഞ നീ അവിഹിതമായി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായി പ്രസവിച്ചോ മറിയമേ എന്ന് കൗമാരപ്രായക്കാരിയായ മറിയമിനെ ആ നാട് മുഴുവനും പരിഹസിക്കുമ്പോ അവിടെ വെച്ചാണ് ഈസാ നബിയുടെ ആദ്യത്തെ അത്ഭുതം നമ്മൾ കാണുന്നത്. ഇത് പറയാനാ ഞാൻ വന്നത്. അവിടെ വെച്ചാണ് ഈസാ നബിയുടെ ആദ്യത്തെ അത്ഭുതം അള്ളാഹു കാണിച്ചു തരിക. അതാണ് ലോകത്തിൽ ഈസാ നബിയുടെ കാര്യത്തിൽ ഖുർആൻ പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. നടന്നു പോവുകയാണ്. قالوا كيف نكلم ومن كان في المهد صبيا. പരിഹാസത്തിന്റെ കൂരമ്പുകളേറ്റു മനസ്സ് പടയുമ്പോ, രക്ഷപ്പെടാൻ വടികളില്ലാതിരിക്കുമ്പോ, നിരാലംബയായ നിർഭയായ പെണ്ണ് മറിയം, വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, ആര് സഹായിക്കാനില്ലാതെ പരിഹാരത്തില്ലാതെ പരിസരമധ്യ തൊറ്റപ്പെട്ടു പോയ മറിയം റളിയല്ലാഹു അൻഹ ആ സമയത്ത് ചോരയുടെ മണം മാറാത്ത തന്റെ കുഞ്ഞിന് നേരെ നോക്കി മറിയം ബീവി ആംഗ്യം കാണിച്ചു, ഈ കുഞ്ഞിന്റെ പിതാവാരാണെന്ന്, ഞാൻ എങ്ങനെയാണ് പ്രസവിച്ചതെന്ന് നിങ്ങൾ എന്റെ ഈ കുഞ്ഞിനോട് ചോദിക്കുക. ആ സമയത്ത് ആളുകൾ ചോദിച്ചു, പത്ര മറിയമേ, നീ എന്ത് ഭ്രാന്താണ് പറയുന്നത്? ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയാ. എന്തേ മറിയമേ, പ്രസവിച്ചിട്ട് ചോരയുടെ മണം മാറാത്ത ഈ കുഞ്ഞെങ്ങനെയാ ഞങ്ങളോട് സംസാരിക്കുക? ഇവിടെയാണ് സഹോദരങ്ങളെ ലോകം മുഴുവനും കാത്തിരുന്ന ഈസാ നബിയുടെ ആദ്യത്തെ അത്ഭുതം. തന്റെ പ്രിയപ്പെട്ട മാതാവിനെ നാട്ടുകാര് പരിഹസിക്കുമ്പോ ഓ കൈകളിൽ കിടന്നുകൊണ്ട് ചോരയുടെ മണം മാറാത്ത ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചു അത്രേ. ആ സംസാരം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈസാ നബി ആദ്യമായി ലോകത്തോട്ട് വരുമ്പോ ആദ്യത്തെ വാക്യം എന്തെന്നറിയുമോ? ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഖാല ഇന്നി അബ്ദുല്ലാഹ്. സമൂഹമേ സമൂഹമേ സമൂഹമേ, വരാനിരിക്കുന്ന സമൂഹമേ, തെറ്റിദ്ധരിച്ചു പോകരുത്. എന്നെ നിങ്ങൾ ദൈവമാക്കരുത്, എന്നെ നിങ്ങൾ ദൈവപുത്രനാക്കരുത്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ പടച്ചറപ്പിന്റെ ഒരു അടിമ മാത്രമാ. എല്ലാ അടിമകളെ പോലെ, സാധാരണ അടിമകളെ പോലെ. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഒരു സാധാരണ അടിമയാ. ഞാൻ ദൈവമല്ല, ഞാൻ ദൈവത്തിന്റെ പുത്രനല്ല. ജിബ്രീൽ വന്ന് മാറിടത്തിലൂതി ഗർഭിണിയായപ്പോ ഞാൻ ദൈവത്തിന്റെ പുത്രനല്ല, ഞാൻ ദൈവവുമല്ല. ഖാല ഇന്നി അബ്ദുല്ലാഹ്,